ഇത്രയും ഗതികെട്ടൊരു വകുപ്പ് ഈ മന്ത്രിസഭയിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് വേണം പറയാൻ. ദിനം ദിനം എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കില്ല. എന്നിട്ട് പേര് നമ്പർ 1 ആരോഗ്യ കേരളം. അടിപൊളിയാണ്. ഈ നമ്പർ 1 കേരളത്തിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യവകുപ്പിന് നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു ജില്ലയിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നമില്ലാത്തൊരു ദിവസം ഇല്ല. എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. കത്രിക അകത്ത് വെച്ച് തയ്ക്കുക, ശസ്ത്രക്രിയകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുക, നവജാത ശിശുക്കളുടെ മരണം തുടങ്ങി ഒന്നും പറയാനില്ല, ഒരുപാടുണ്ട്. പറയാൻ ഒരു വലിയ ലിസ്റ്റ് തന്നെ എടുക്കേണ്ടി വരും. ഇപ്പോൾ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അവരൊക്കെ എല്ലാം ന്യായീകരിച്ചോളും. പിന്നെ ഈ ഒരു വിഷയത്തിൽ ഇവർ മന്ത്രിമാർ തമ്മിൽ ഭയങ്കര കോർഡിനേഷനാണ്. വേറൊരു മന്ത്രി വന്ന് ഈ മന്ത്രിയെ സപ്പോർട്ട്, ആരോഗ്യവകുപ്പ് മന്ത്രിയെ സപ്പോർട്ട് ചെയ്യണം. ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒറ്റപ്പെട്ട പ്രശ്നങ്ങളാണ്, ഇത് ഇനിയും ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത്. ഉണ്ടാവുമായിരിക്കും. പക്ഷേ പേര് നമ്പർ 1 കേരളം, നമ്പർ 1 ആരോഗ്യ കേരളം. പിന്നെ വേറൊരു തമാശ കൂടെ കാണിച്ചു തരാം, ഇത് നോക്കണം. ഒരു റീത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അവസാനം കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ ഈ റീത്ത് വെക്കുന്നത്. ഇത് അങ്ങേയറ്റം സംസ്കാര ശൂന്യമായിട്ടുള്ള ഒരു സമരമായിപ്പോയി, നടപടിയായിപ്പോയി. അപ്പോൾ സ്ത്രീത്വത്തിനെതിരെയുള്ള അധിക്ഷേപമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള അവഹേളനമാണ്. നല്ല ബെസ്റ്റ് ടീമാണ് പറയുന്നത്. പണ്ട് വിക്ടോറിയ കോളേജിൽ ഒരു അധ്യാപികയ്ക്ക് കുഴിമാടം ഉണ്ടാക്കി റീത്ത് വെച്ചവരാണ്. അവരുടെ നേതാവാണ്, അങ്ങനെ ഒരു പാർട്ടിയുടെ നേതാവാണ് ഈ പറയുന്നത്. സ്ത്രീകൾക്കെതിരെ കാണിച്ചു, സ്ത്രീ എന്നൊരു പരിഗണനയില്ല. ഇവരാരും ആർക്കെതിരെ റീത്തും വെച്ചിട്ടില്ല, പ്രതിഷേധിച്ചിട്ടുമില്ല. പിന്നെ വേറൊരു തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെതിരെ ഒന്നും പ്രതിഷേധിക്കാൻ പറ്റൂല. ഇവരുടെ വീഴ്ചകളും ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ച് ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ പ്രതിഷേധമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ വരും ശിങ്കിടികൾ. അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നൊക്കെ ആദ്യമേ പഠിച്ച് SFI മുതൽ പഠിച്ച് മുമ്പോട്ട് വന്ന ആൾക്കാരാണ്. പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ജനാധിപത്യപരമായിട്ട് പ്രതിഷേധത്തിന് ഇറങ്ങിയ നിയമപരമായിട്ട് അവർ നേരിടുന്നതിന് പകരം ആദ്യം ഇറങ്ങുന്നത് ശിങ്കിടികളാണ്. അവർ വന്നങ്ങ് കൈകാര്യം ചെയ്തോളും. അവരാണ് പോലീസ് എത്തുന്നതിന് മുന്നേ എത്തുന്നത്, എന്നിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. പക്ഷേ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അത് വിട്ടൊരു കളിയില്ല. സോഷ്യലിസം വേണം, അല്ലെങ്കിൽ ജനാധിപത്യപരമായിരിക്കണം. പക്ഷെ പ്രതിഷേധിക്കാൻ പറ്റൂല, അത് സമ്മതിക്കൂല. സജി ചെറിയാൻ പറഞ്ഞ പോലെ ഇത് ഇനിയും ആവർത്തിക്കും. അതിൻ്റെ ആരോഗ്യ മേഖലയല്ലേ, ഇനിയും ആവർത്തിക്കും. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചെറുതാക്കി കാണിക്കാം.